അതാ മറ്റേ ആളല്ലേ? ആ എല്ലാരും ഉണ്ട്. ചിലപ്പോ പോലീസുകാരനെ അടിക്കുന്നുണ്ടല്ലോ. കാരണം ആ ടൈമിലല്ലേ ഭയങ്കരമായിട്ട് നമ്മൾ ഉറങ്ങിപ്പോകുന്ന ഒരു സമയമാണ് 3:30. എന്റെ ചേക്കടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് തീരൻ അധികാരനുണ്ട് മൂവിയിലെ ആ ഒരു എനിക്കാണ് എന്താണ് ഏകദേശം നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഏകദേശം കാർത്തി ഡിസൈഡ് ചെയ്തു ഇനിയിപ്പം എന്താ പറയാ വൈഫിന്റെ അടുത്ത് പോകണോ അല്ലെങ്കിൽ ഓമിനെ പിടിക്കണം എന്നുള്ളത്. ഓമ എന്തോരം അങ്ങനെ പേരല്ലേ അങ്ങനെ പിടിക്കാനാണ് പോകുന്നത്. ആ ഒരു കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് ആയത്. തോക്കും ഫോണും നല്ല രസമുണ്ടായിരുന്നു കാണിച്ചത്. അവസാനം തോക്കന്നെ തോക്കെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കലിപ്പിലാണുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. അതായത് മറ്റുള്ള ഇനിയുള്ള കുറെ ആൾക്കാർക്ക് നല്ല ലൈഫ് കിട്ടണം എന്നുള്ള രീതിയിലാണ്. ആ മൊമെന്റിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പേഴ്സണൽ സംഭവം മാത്രമായി മാറും. അപ്പൊ അത് വേറെ ആളുകൾക്ക് ഇനി അതൊരു അഫക്റ്റ് ആവരുത് എന്നുള്ളൊരു ഇതിനകത്താണ് ആ ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ആ ഒരു മിഷന് പോകുന്നത്. നമുക്ക് കാണാം. ഏകദേശം എനിക്കൊന്ന് ക്ലൈമാക്സ് ആണെന്ന് തോന്നുന്നു. അത്രയല്ലേ ഇനിയുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫേക്ക് ന്യൂസ് ആ ഒരു സംഭവം ഉണ്ട്. കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ വരുമോന്നൊന്നും അറിയില്ല. ഓ ഈ ഷോട്ടായിരുന്നല്ലേ. ഹരിയാന തന്നെയാണ്. എല്ലാരും ഉണ്ട്. ഇതൊരു സ്കെച്ച് പോലില്ലേ ഏകദേശം അല്ലേ? അവരുടെ ഒരു പിടുത്തല്ലേ. ഓ മറ്റേ ബീച്ചും അവരെ ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതുപോലത്തെ ഒരു സീൻ മറ്റേലില്ലേ ട്രെയിനിന്റെ സ്പോട്ടില് രണ്ടുപേരും മാത്രം പോകുന്നു. ക്ലൈമാക്സിനോട് അടുപ്പിച്ച്. പക്ഷെ എല്ലാരും പോകുന്നില്ല. ഇവിടുന്ന് പണിയിട്ടാണോ? செக் பண்ணீங்களா? தேடிட்டோம். லாஸ்ட் கம்பார்ட்மென்ட்ல இல்ல சார். ராங் இன்ஃபர்மேஷன் நினைக்கிறேன். அடுத்த ஸ்டேஷன்ல இறங்கு. ராங் இன்ஃபர்மேஷன். இல்ல ஸ்டேஷன். ചെയിൻ വലിച്ച് സ്കെച്ച്. ഒരാൾ ഓടിപ്പോയി. വേറെ ആൾക്കാരെ കയറി വരും ചെയ്തു. മറ്റവര് അതാ മറ്റേ ആളല്ലേ? ആ എല്ലാരും ഉണ്ട്. ചിലപ്പോ പക്ഷെ അത് മാത്രല്ല അവരുടെ പ്ലാന്. ഇവരെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യണം. അതായത് ഇനി ഓടണ്ടെന്നല്ലേ പറഞ്ഞത്. രക്ഷപ്പെടുന്നില്ല. അത് തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് അവരുടെ. ഓ അങ്ങനെ കണ്ടാൽ തന്നെ ഒരു മറ്റേ ഹൾക്ക് എഫക്റ്റ് ആണ് ഇല്ലേ?
സീൻ അങ്ങനെ കാണുക. പോലീസുകാരനെ അടിക്കുന്നുണ്ടല്ലോ. ചാടി അവര് ചാടി. ട്രെയിൻ ചെയിൻ വലിക്കാണ്. അവര് ഇറങ്ങി. ഓ അവരുടെ ഓട്ടത്തിന് ഇത് കണ്ട. മറ്റേയാളെ ജോലി അധികം ചെയ്യാറില്ല. ഓട്ടം കണ്ടായിരുന്നു. തീരൻ വേറെ ലെവൽ. അത് അവരുടെ ഏരിയ ആണ്. അതല്ല അവര് എങ്ങനെ കളിച്ചത്. അവർക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റും. മണ്ണിന്റെ അടിയിലൊക്കെ ഉണ്ടാവും ചിലപ്പോ. അവര് കുതിരേന്റെ ആൾക്കാരാണ്. നേരത്തെ കാണിച്ചില്ലേ ഒരു ഷോട്ടില് കുതിര. அவருடைய ஏரியா തന്നെ அவரு நிக்கணும். இந்த பக்கம் ஆடு மேய்க்கிறவங்க தங்கி இருக்கிற ஒரு கிராமம் இருக்கான் சார். அதுக்கப்புறம் வறண்ட பூமியும் மலைகளும் தானே சார். कितना किलोमीटर भैया? 2 किलोमीटर. பாய்ஸ் கிளம்பலாம். ஓமா வளர ரொம்ப தூரம் போயிருக்க முடியாது. ஃபாலோ பண்ண பிடிச்சலாம். எல்லாரும் அலர்ட்டா இருங்க. கீப் சர்ச்சிங். ഓ കട്ട ടീം ഉണ്ടോ കൂടെയുള്ളത്. ആളുകളുണ്ട് കുറച്ച് അല്ലേ. നേരത്തെ 2 കിലോമീറ്റർ എന്നല്ലേ പറഞ്ഞേ. ടയർഡാക്കാണോ? இன்னும் கிतना கிலோமீட்டர்? 2 கிலோமீட்டர். அவனுக்கு புரியலையா எனக்கு புரியலையான்னு தெரியலையே சார். அவனை கேட்காத நானே சொல்றேன். 2 കിലോമീറ്റർ. മറ്റവരാണ് ഇവിടുത്തെ ആൾക്കാരാണ്. ഇവിടുത്തെ പോലീസാണ് നീ. അതുപോലെ നാട്ടുകാരനാണ് നീ. ആരെങ്കിലും ഇൻഫോമർ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ നേരം ഇവരിവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനി അവരുടെ സ്കെച്ചാണ് അപ്പൂപ്പൻ. അതെ അല്ല അപ്പൂപ്പൻ ഇങ്ങനെ അല്ല അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടൊന്നും അവിടെ കറക്റ്റായിട്ട് അവരെടുത്ത് എത്തിച്ചാണെങ്കിലും പ്രായമുള്ള ആളായതുകൊണ്ട് വലിയ മറ്റേത് പറയില്ല എല്ലാരും. വെള്ളം കുടിക്കും. പട്ടിയായില്ല എല്ലാരും അവിടെ നിന്ന് വരുമ്പോഴേക്ക്. വില്ലേജ് ആണത്. ஏதோ ஒரு தைரியத்துல டீமை கூட்டிட்டு வந்துட்டேன். அவங்களுக்கு எதுவும் ஆயிடக்கூடாதுன்ற பயம் மனசுக்குள்ள ஓடிக்கிட்டே ஒரு ரெக்கி பண்ணிடலாமா? ஊருக்குள்ள இருக்கிற என்ட்ரி எக்ஸிட்லாம் பார்த்து வச்சுக்கேன். எஸ் சார். இதை கோஸ்ட் வில்லேஜ்னு சொல்றாங்க சார். இங்க ஆடு மேய்க்கிற 4-5 ஃபேமிலி மட்டும் தான் தங்கியிருக்காங்க. அவங்க கிட்ட தான் நைட் சாப்பாட்டுக்கு சொல்லியிருக்கேன் சார். ஓகே நைட் இங்கே தங்கிட்டு காலைல தேவை சார். பிளான் பண்ண மாதிரி ஊருக்குள்ள வந்துட்டானுங்க. இப்பவே அட்டாக் பண்ணி மொத்த பெரிய தூக்கிடலாம். வேண்டாம், காத்திருப்போம். வேட்டைக்காரனுக்கு பொறுமை முக்கியம். വേട്ടക്കാരനൊക്കെ പൊറുമ മുഖ്യം. അറിയില്ല. ക്ലൈമാക്സ് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ലേ? പെട്ടെന്ന് അങ്ങനെ ഇതാക്കില്ലല്ലോ. സ്കെച്ച് ചെയ്ത് തന്നെയാണ്. ഈ വില്ലേജിലോട്ട് കൊണ്ടുവന്നെയാണ്. എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ? അവിടുത്തെ ആൾ തന്നെയാണ്. പക്ഷെ അപ്പൂപ്പൻ ചിലപ്പോ മറ്റേ പൈസ കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇങ്ങോട്ട്? എല്ലാവരും കൂടെ അവിടെ തന്നെ ഫുഡൊക്കെ കഴിക്കും. ഗിബ്ര എന്തിനാ മറ്റേ പ്രേതത്തിന്റെ ഒക്കെ ബീജപ്പെടുന്നു? சாம்பல் ஓநாய்கள் நமக்கு எப்போ
எப்படி வேட்டையாடணும்னு கத்து கொடுத்துருக்கு. நாங்க குதிரையில போய் பவுடர் பாம் அடிச்சு அவங்களை கரைச்சு விடுறோம். நீங்க எல்லாம் மறைஞ்சிருந்து பயந்து ஓடி வர்றவங்களை துரத்தி கொல்லுங்க. எப்படின்னா போனாய்ங்க வேட்டையாடுமே അതേ மாதிரி. അയാളാരാണ് ഇവരുടെ കൂടെ വന്നല്ലേ? അയാൾക്കൊന്നും ആരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അവര് മറ്റേ ഓപ്പറേഷന് പോവാണ്. പണ്ട് ചെയ്യുന്നതിന്റെ വേറെ സ്റ്റൈല്. കാരണം എന്താ പൊടിയൊക്കെ ഇടണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ആ ടൈമിലല്ലേ ഭയങ്കരമായിട്ട് നമ്മൾ ഉറങ്ങിപ്പോകുന്ന ഒരു സമയമാണ് 3:30. അവർ ഏകദേശം അതേ നൈറ്റ് ഓപ്പറേഷൻ ഇവിടെ പ്ലാൻ ചെയ്യുന്ന ഡൗട്ട് ഉണ്ട്. അതേപോലെ 4:30 ആയി. ഈ സമയമല്ലേ ശരിക്കും വേട്ടയാടുന്ന സമയം? മൃഗങ്ങളൊക്കെ വേട്ടാടുന്ന സമയമല്ലേ? അതുകൊണ്ട് വരുന്നുണ്ട് എല്ലാവരും കൂടി. പൊടി ഇട്ടിട്ട് പറഞ്ഞില്ലേ വേറെ